കർത്താവിൽ ബഹുമാന്യരെ, ഞായറാഴ്ച സ്പെഷ്യൽ മെസ്സേജ് എന്ന നിലയിൽ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 4 അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിട്ടുള്ള ക്രിസ്തീയ മനസ്സ് എന്ന വിഷയത്തെ അധ്യായ വിഭജനത്തിലൂടെ 1-ാം അധ്യായത്തിൽ സിംഗിൾ മൈൻഡ്, അതായത് ഏക മനസ്സ്, 2-ാം അധ്യായത്തിൽ സമർപ്പിത മനസ്സ് അല്ലെങ്കിൽ സബ്മിസീവ് മൈൻഡ്, 3-ാം അധ്യായത്തിൽ സ്പിരിച്വൽ മൈൻഡ് എന്നിങ്ങനെ വിഷയ വിഭജനം ചെയ്താണ് നമ്മൾ പഠിച്ചു വന്നത്. ആ ബന്ധത്തിൽ അതിൻ്റെ മറ്റൊരു വിഷയമാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. അതിൽ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വാസ്തവത്തിൽ 4-ാം അധ്യായത്തോട് ചേർന്ന് വരുന്ന വിഷയ വിഭജനമാണ്. 4-ാം അധ്യായത്തിലെ വിഷയം സാറ്റിസ്ഫൈഡ് മൈൻഡ് അല്ലെങ്കിൽ സംതൃപ്തിയുള്ള മനസ്സ് എന്നുള്ളതാണ്. ഭൂമിയിലുള്ള പല ആളുകൾക്കും സംതൃപ്തി എന്ന് പറയുന്ന വിഷയം തുലവും വിരളമാണെന്നാണ് നമ്മുടെ ജീവിത വീക്ഷണത്തിലൂടെ, ദർശനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണമുണ്ടാക്കുന്ന ധാരാളം ആളുകളുണ്ട്. എനിക്ക് മതിയായി, ഐ ആം സാറ്റിസ്ഫൈഡ്, ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആരെയും നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ വസ്തുവകൾ ശേഖരിക്കുന്ന വിഷയത്തിൽ എനിക്കിത് ധാരാളം മതി, ഇനി വേണ്ട എന്ന് പറയുന്നവർ വിരളമാണ്. പിന്നെയും നമ്മൾ നോക്കുമ്പോൾ വീടുകൾ വയ്ക്കുന്ന വിഷയത്തിൽ, വമ്പിച്ച വിലയുള്ള വാഹനങ്ങൾ ശേഖരിക്കുന്ന വിഷയത്തിൽ ഒക്കെ ആളുകൾ സംതൃപ്തി അല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് പിന്നെയും അവർ വാങ്ങിക്കൂട്ടുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ കണ്ടൻമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ഇന്ന് ഈ ചെറിയ മെസ്സേജിലൂടെ സൂചിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ കണ്ടൻമെൻറ്റ്? കണ്ടൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിനുള്ള സംതൃപ്തിയാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംതൃപ്തരായിരിക്കുന്നു. ഏത് കാര്യത്തിൽ? ദൈവം തന്നിട്ടുള്ള സകലത്തിലും നമ്മൾ സംതൃപ്തരായിത്തീരുക. ഇത് ആണ് 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. 4-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ദാവീദ് രാജാവ് ഇപ്രകാരം പറയുന്നു: ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം ദൈവമേ നീ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് നൽകി. ഈ അവർക്കെന്ന് പറയുന്നത് അവിശ്വാസികളായ, ജാതികളായ, പ്രത്യാശയില്ലാത്ത, ദൈവമില്ലാത്ത, നമ്മെപ്പോലെയുള്ള കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം സമർപ്പിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചാണ്. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ അവരുടെ കളപ്പുരകളിൽ ധാന്യം നിറയുകയും സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തങ്ങൾക്ക് ഒരാണ്ടത്തേക്ക് വേണ്ടുന്നത് ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം അവരുടെ ഹൃദയത്തിന് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവർ വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നു? ആ മെറ്റീരിയലായിട്ടുള്ള ഭൗതികമായിരുന്ന നന്മകളിൽ സന്തോഷിക്കുകയും ആശ്വസിക്കുകയും ചെയ്യും. എന്നാൽ പ്രിയമുള്ളവരെ, ദാവീദ് പറയുകയാണ്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ മറ്റുള്ള ആളുകൾക്ക്, വേൾഡി പീപ്പിളിന് ഉണ്ടായിട്ടുള്ള സന്തോഷത്തെക്കാൾ അധികം നീ എൻ്റെ ഹൃദയത്തിന് സന്തോഷം, അവർക്കുണ്ടായാലും അധികം സന്തോഷം എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ നീ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് നൽകി. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ നമ്മുടെ വർത്തമാന പത്രങ്ങളിൽ കൂടി വന്ന ഒരു വാർത്ത, കഴിഞ്ഞ ദിവസവും ഞാനത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആരൊക്കെയോ അത് എടുത്തിട്ടിരിക്കുന്നതായി പിന്നെയും ശ്രദ്ധയിൽപ്പെട്ടു. പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിനി ഗൾഫ് എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലും കാനഡയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമായി മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കേരള നിവാസികളിൽ ഏറ്റവും കൂടുതലുള്ള ആളുകളുള്ളത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് എന്നാണ് പറയപ്പെട്ടുവരുന്നത്. 1980 മുതൽ ഈ കേരളത്തിൻ്റെ മുഖച്ഛായയ്ക്ക് തന്നെ വളരെ മാറ്റം ഉണ്ടായിട്ടുള്ളത് ഈ പത്തനംതിട്ട ജില്ലയിൽ കൂടി കടന്നുപോയാൽ നമുക്ക് കാണാൻ കഴിയും. ഇത് പത്തനംതിട്ട മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള വമ്പൻ കെട്ടിടങ്ങൾ, വിശാലമായ വീഥികൾ, മനോഹരമായിരിക്കുന്ന സംവിധാനങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ ഒരു മിനി ഗൾഫിൻ്റെ പ്രതീതിയാണ് അത് കാഴ്ചക്കാർക്ക് തോന്നുന്നത്. കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു ഫാമിലി ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ ഇവിടെ വന്നിരുന്നു.
അവർ 8-10 ദിവസം ഇവിടെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ റോഡുകൾ സഞ്ചരിക്കുകയും ഇവിടുത്തെ വീടുകൾ കാണുകയും ഇവിടുത്തെ സ്ട്രീറ്റുകളിലെ വൃത്തി അവർ ദർശിക്കുകയും ചെയ്തിട്ട് അവർ പറഞ്ഞു, സർ, ഈ കേരളം ഒരു ഗൾഫിനേക്കാൾ അല്ലെങ്കിൽ ഗൾഫിനെ പോലെ വികസിതമാണല്ലോ എന്ന് പറഞ്ഞു. ശരിയാണ്, നമ്മുടെ നാട് വികസിച്ചിട്ടില്ല എന്ന് നിലവിളിക്കുന്ന ആളുകളുടെ മുമ്പാകെ ഇവിടെ വികസനമുണ്ടോ എന്നറിയാൻ നമ്മൾ ഒറീസ, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ് തുടങ്ങി UP മുതലായ ബീഹാർ മുതലായ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചാൽ മതി. അതിൻ്റെ ഇൻറ്റീരിയർ ഗ്രാമപ്രദേശങ്ങൾ സന്ദർശിക്കണം, കേരളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ സന്ദർശിക്കുക. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അത്രമാത്രം വികസനം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഓലപ്പുരകൾ, പുൽ മേഞ്ഞ പുരകളിലൊക്കെയാണ് കഴിഞ്ഞിരുന്നത്. നമ്മൾ സ്വാഭാവികമായി കൃഷി ചെയ്ത് ലഭിക്കുന്ന ആഹാര വസ്തുക്കളാണ് ആഹരിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ സാങ്കേതികത ഒന്നും നമുക്കൊരു 80-ന് മുമ്പ് അപൂർവങ്ങളിൽ അപൂർവമായ ആളുകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ രത്നചുരുക്കം, കഴിഞ്ഞ ദിവസം ഈ ഫേസ്ബുക്ക് മീഡിയയിൽ പറഞ്ഞത് പത്തനംതിട്ട ജില്ലയിൽ മാത്രം 61,000 വീടുകൾ അടഞ്ഞു കിടക്കുന്നു. 61,000 ഹൗസസ് ബീങ് ക്ലോസ്ഡ്, അടഞ്ഞിടക്കുകയാണ്. അവകാശികളില്ലാതെ 111 കോടി രൂപ ഈ പത്തനംതിട്ട ജില്ലയിലെ വിവിധ പൊതുമേഖലാ ബാങ്കുകൾ കിടപ്പുണ്ട്. റിസർവ് ബാങ്കും ഈ അടുത്ത കാലത്ത് റിപ്പീറ്റഡ്ലി അതേക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. അവരുടെ അനന്തരാവകാശികൾ ആരെങ്കിലും ആ തുക അവകാശമാക്കാനുണ്ടെങ്കിൽ മതിയായ രേഖകളുമായി സമീപിച്ചാൽ നമ്മുടെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, വിശേഷ റിസർവ് ബാങ്ക്, ആ പണം അവരുടെ അവകാശപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് നിരന്തരം അനൗൺസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, വളരെ അധികം പണം ആളുകളുണ്ടാക്കുന്നു. പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ, ഇവിടുന്ന് തന്നെ ഒരുപാട് യുവാക്കന്മാർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോവുകയാണ്, വിദ്യാഭ്യാസത്തിനായിട്ടും പോവുകയാണ്. അങ്ങനെയൊക്കെ പോകുമ്പോഴും ഇവിടെ വലിയ അമ്പരചുംബികളായ സൗധങ്ങൾ പണിയുക, ഈ മോസ്റ്റ് മോഡേൺ ഹൗസസ് പണിയുക, അതിനെ അലങ്കരിക്കുക, വില കൂടിയവ വാങ്ങുക, ഇവിടെ നീണാൾ വാഴാൻ കഴിയും എന്നുള്ള നിലയിൽ മുമ്പോട്ട് പോവുക. ഇതിൻ്റെ എല്ലാം കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ സംതൃപ്തനല്ല എന്നുള്ളതാണ്. ഞാനതിൻ്റെ ഒരു ഭാഗം മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ 61,000 വീടുകൾ അടഞ്ഞു കിടക്കുന്നതും 61,000 ആളുകൾ ഇവിടെ ഭംഗിയായി ജീവിക്കാൻ ഉണ്ടാക്കിയിട്ട വീടുകളാണ്. പക്ഷേ അതിപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്, ആരും താമസിക്കാനായിട്ടില്ല. ആ വീടുകളെല്ലാം അത് അനധിവിദൂര ഭാവിയിൽ ഒരു 10 വർഷത്തിനുള്ളിൽ എല്ലാം കൈമാറ്റം ചെയ്യപ്പെട്ടു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒക്യുപ്പ് ചെയ്യാനായിട്ടുള്ള യുവതലമുറകളാരും ഇവിടെയില്ല. ആർക്കും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, അവരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ഈ 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത് സംതൃപ്തിയുള്ള ഒരു മനസ്സിനെ കുറിച്ചാണ്. എന്താണ് ഈ സംതൃപ്തിയുള്ള മനസ്സ്? പൗലോസ് പറയുന്നു 4-ാം അധ്യായത്തിൽ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ദിവ്യസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കും. ഈ അധ്യായം മുഴുവൻ പറയുമ്പോൾ ഇവിടെ പൗലോസ് പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ക്രിസ്തുവിൽ ഏകചിന്തയോടെ ഇരിക്കുവാൻ ഞാൻ യുവോതുകയും സ്വന്തുകയും പ്രബോധിപ്പിക്കുന്ന 2-ാം വാക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയായിൽ പൗലോസ് സ്ഥാപിച്ച ഈ സഭ, ആ സഭയിൽ നിന്ന് ഉള്ള സന്ദേശവുമായി എപ്പഫ്രോത്തോസ് എന്ന് പറയുന്ന സഹോദരൻ റോമിൽ പൗലോസിനെ കാരാഗ്രഹത്തിൽ സന്ദർശിച്ചപ്പോൾ ഇവിടുത്തെ സഭയുടെ ആന്തരിക അവസ്ഥയിലുണ്ടായ അല്പം സ്വല്പമായ പ്രയാസങ്ങളെക്കുറിച്ചും കൂടെ പൗലോസിനെ ബോധ്യപ്പെടുത്തി എന്ന് വേണം ഈ വാക്യം വായിച്ച് ചിന്തിക്കുവാൻ. യുവോദിക സിന്ധുക എന്ന് പറയുന്നത് ഈ പൗലോസിൻ്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട ലുദിയായും അതുപോലെ തന്നെ വെളിച്ചപ്പാടത്തിക്കാരി സ്ത്രീയും ആയിരുന്നുവെന്ന് ചില വേദ പഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. അതേക്കുറിച്ച് ഈ ആത്യന്തികമായി അങ്ങനെ തന്നെ എന്ന് പറയാൻ എനിക്ക് നിർവാഹമില്ല. കാരണം നമുക്ക് ആരോഗ്യമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ച് പഠിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ഏതായാലും അവർ നമ്മൾ അല്പം ഒരു സ്വൈരക്കേടുണ്ടായി, ഒരല്പം ഒരു ഐക്യതയില്ലായ്മ ഉണ്ടായി, അനൈക്യതയുണ്ടായി. അപ്പോൾ പൗലോസോട് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൽ ഏകചിന്തയോടിരിപ്പാൻ ഞാൻ യുവതുകയും സ്വന്തുകയും പ്രബോധിപ്പിക്കുന്നു. എന്നിട്ട് താഴോട്ട് വരുമ്പോഴാണ് പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നുവെന്ന്. ഇപ്പം ഞാൻ മുമ്പ് ഓർപ്പിച്ച പോലെ അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ
ഈ എപ്പഫ്രോസ് മുഖാന്തരമായി പൗലോസിന് കാരാഗ്രഹത്തിൽ ഈ ഫിലിപ്പിയിലെ സഭ കൊടുത്തയച്ച സാമ്പത്തിക സഹായം അത് ഒരു വിലപ്പെട്ട സുഗ്രാഹ്യമാകുന്ന വഴിപാട് യാഗവുമായി പൗലോസ് സ്വീകരിച്ചു. ദൈവത്തിൻ്റെ ദാസന്മാരുടെ ഭൗതിക ആവശ്യങ്ങളിൽ കരുതൽ നൽകിയ അപൂർവം ചില സഭകൾ മാത്രമാണ് പൗലോസിൻ്റെ ശുശ്രൂഷയിൽ വേദപുസ്തകത്തിൽ രേഖപ്പെട്ടിട്ടുള്ളത്. അത് വായിക്കുന്ന ഫിലിപ്പിയ സഭ സുവിശേഷ ഘോഷണത്തിൽ ആദ്യം മുതൽ പൗലോസിനോട് സാമ്പത്തിക ആവശ്യങ്ങൾ ഭൗതിക ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിച്ച സഭയാണ്. പിന്നെ തെസ്സലോനിക്കയും 1-2 വട്ടം തനിക്ക് സഹായം ചെയ്തതായിട്ട് പറയുന്നു. ഏറ്റവും പൈസയുള്ള സഭയായിരുന്നു കൊരിന്ത് സഭ, പട്ടണത്തിലെ സഭയാണ്. അവരെന്തെങ്കിലും പൗലോസ് ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, കൊരിന്തിൽ പൗലോസ് താമസിച്ച കാലഘട്ടങ്ങളിൽ തൻ്റെയും കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകരുടെയും ഭൗതിക ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നതിലേക്ക് താൻ കൈകൊണ്ട് അധ്വാനിക്കുകയും അതായത് കൂടാരപ്പണി ചെയ്ത് തൻ്റെ അഹോവൃത്തിക്ക് വേണ്ടുന്നത് അദ്ദേഹം നേടുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു വസ്തുത ഇവിടെ ഞാൻ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ഈ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുക. എന്നാൽ ദൈവത്തിൻ്റെ ദാസന്മാരുടെ, പ്രത്യേകിച്ച് നീടിയായിരിക്കുന്ന ദൈവദാസന്മാരുടെ ആവശ്യങ്ങളിൽ അവരെ കൈത്താങ്ങൽ നൽകുന്നത് നിത്യതയോളം ഓർക്കപ്പെടുന്നതും ദൈവസന്നിൽ മാന്യവും കർത്താവിന് സൗരഭ്യവാസനയുമായ ഒരു വഴിപാടാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഉള്ളവർക്ക് കൊടുക്കാനും പേര് സമ്പാദിക്കാനും നോട്ടീസിൽ പേരടിച്ചു വരാനും ഒക്കെ താല്പര്യമുള്ള ആളുകൾ തേടി പിടിച്ച് വേണോ എന്ന് ചോദിച്ച് അങ്ങോട്ട് കൊടുക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര ആളുകൾ വളരെ നീടിയായിരിക്കുന്ന കർത്താവിൻ്റെ വേല ചെയ്യുന്ന, ഉത്സുകരായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആളുകളുടെ പിറകിൽ നിന്നുണ്ട്? ബ്രദറെ, ശുശ്രൂഷ ചെയ്യുക, ദൈവം അനുഗ്രഹിക്കട്ടെ. പരസ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക, ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മീകമായ വചന ശുശ്രൂഷകൾ ചെയ്യുക, ദൈവം അത് അനേകർക്ക് പ്രയോജനപ്പെടുത്തട്ടെ. സഹോദരൻ്റെ ആവശ്യങ്ങൾ എങ്ങനെയുണ്ട്, ദൈവം ആ കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയോ വല്ലപ്പോഴുമെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചെയ്യുകയോ ചെയ്യുന്ന അപൂർവമായ ആളുകളേ ഉള്ളൂ. എന്നാൽ ധാരാളം പണം ഉള്ള സമൂഹം ധാരാളം പണം ശേഖരിച്ച് ധാരാളം ഉള്ള ആളുകൾക്ക് കൊടുക്കുന്നൊരു വ്യവസ്ഥിതി നമ്മുടെയൊക്കെ സമൂഹങ്ങളിലുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, അറിയപ്പെടുന്നവർ ഏറെ ആദരിക്കപ്പെടുകയും അല്ലാത്തവർ അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രവണത ആദ്യകാലം മുതലേ ഇവിടെയുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പൗലൂസിനെ ഈ വാസ്തവത്തിൽ മറ്റുള്ള സഭകളൊക്കെ അവഗണിച്ചു. എന്നാൽ ഈ ഫിലിപ്പിയിലെ വിശ്വാസികൾ അവരുടെ ധനശിക്ഷത്തിൽ നിന്ന് ഒരു ശേഖരണമെടുത്ത് എപ്പഫ്രോദീത്തോസ് എന്ന് പറയുന്ന ഈയോ സഹോദരൻ്റെ കയ്യിൽ അത് കൊടുത്ത് അയച്ചു. പൗലോസ് അത് കാരാഗ്രഹത്തിൽ വെച്ച് പ്രതിഗ്രഹിച്ച് ദൈവത്തിന് നന്ദി പറയുകയാണ്. അദ്ദേഹം 11-ാം വാക്കിൽ പറയുന്നു, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഐ ഹാവ് ലേൺ ടു ബി കണ്ടന്റ് വിത്ത് വാട്ട്സ് ഓവർ ദ സിറ്റുവേഷൻ ഐ ആം. ഞാൻ അയക്കുന്ന ഏത് സാഹചര്യമായിരുന്നാലും ആ സാഹചര്യത്തിൽ സംതൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. കേവലം സന്തോഷമല്ല, സംതൃപ്തിയാണ്. ഇറ്റ് ഈസ് ഇനഫ്, ധാരാളം മതി എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥ. ഞാൻ ചോദിക്കട്ടെ, നമ്മിൽ എത്ര ആളുകൾക്ക് ആ മനസ്സുണ്ടാവും? നമുക്ക് അത്യാവശ്യമായി വേണ്ടുന്നതെല്ലാം ഉണ്ട്, ജീവിത സാഹചര്യങ്ങളെല്ലാം മെച്ചമാണ്, ഭാവിയിലേക്കുള്ള ജീവിതത്തിന് ആവശ്യമായ ഡെപ്പോസിറ്റും കയ്യിലുണ്ടെന്ന് ചിന്തിക്കുക. അങ്ങനെ വന്നാൽ എനിക്കിത് മതി, ഇനി ആവശ്യമുള്ള സഹോദരന്മാർക്ക് കൊടുക്കുക എന്ന് പറയാൻ സന്മനസ്സുള്ള എത്ര സുവിശേഷ പ്രവർത്തകർ ഉണ്ട് എന്നുള്ളത് ഓരോരുത്തരും സ്വയം ആത്മശോധന ചെയ്യട്ടെ. പൗലൂസ് പറയുകയാണ്, ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലായിരിക്കാൻ വളരെ സന്തോഷമായിരിക്കാൻ ഞാൻ പഠിച്ചു. അവിടെ അലംഭാവം എന്നതിന് കണ്ടൻമെൻ്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. താഴ്ചയിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്ക് അറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിൽ ഇരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം പറയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. 14-ാം വാക്യം വായിക്കുമ്പോൾ, എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ, സുവിശേഷഘോഷത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കദോന്യയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇത്രയും പ്രശസ്തനായ അനേക പ്രാദേശിക സഭകൾ സ്ഥാപിച്ച 2000 വർഷങ്ങളായി പൗലോസ് എഴുതിയ ലേഖനങ്ങൾ കൊണ്ട് പ്രസംഗിച്ച് കാശുണ്ടാക്കുന്ന നമ്മുടെ എത്രയോ ആളുകൾ, അവരാരും ഈ പൗലോസിന് ഒരു പൈസയുടെ സഹായം ചെയ്തില്ല. എന്നാൽ ഫിലിപ്പിയിലെ ഈ സഭ പൗലോസിനെ ഓർക്കുകയും അവന് ആവശ്യമായ സഹായം ചെയ്യുകയും ചെയ്തു എന്ന് വായിക്കുന്നു. അപ്പോൾ അവർ ഈ വരവ് ചെലവ് കാര്യങ്ങളിൽ തന്നോട് കൂട്ടായ്മ കാണിച്ചു.
തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർക്കുവാൻ നിങ്ങൾ ഒന്ന് രണ്ട് വട്ടം തെസ്സലോനിക്കയിൽ ആകെപ്പാടെ 3 ആഴ്ചയാണ് പൗലോസ് ഉണ്ടായിരുന്നത്. ആ 3 ആഴ്ചയിൽ അവിടെ ആയിരിക്കുമ്പോൾ അവിടുത്തെ ബുദ്ധിമുട്ടിനും ഈ ഫിലിപ്പിയിലെ സഭ ഒരു വലിയ കൂട്ടായ്മ 1-2 പ്രാവശ്യമായി കൊടുത്തയച്ചു. വാസ്തവത്തിൽ അതൊരു അനുഗ്രഹമാണ്. കൂട്ടായ്മ മുടക്കുന്ന ആളുകളുണ്ട്. തങ്ങൾക്കിഷ്ടമില്ലാത്ത അതെങ്കിൽ തങ്ങളുടെ നിലപാടുകളെ ചോദ്യം ചെയ്യാതെ, അതുപോലെ അത് വചനവിരുദ്ധമായാൽ തന്നെയും അതിനെ ചോദ്യം ചെയ്യാതെ അതിനോട് വിധേയത്വം കാണിക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഒരു കഴിഞ്ഞ ദിവസം ഒരാളിനെ വിളിച്ചു. ഓൺലൈനിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബൈബിൾ ക്ലാസ്സാണ് ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ നമ്മുടെ ചില സുവിശേഷന്മാർ പറഞ്ഞേക്കുന്നു, അദ്ദേഹത്തെ കൊണ്ട് ഈ ക്ലാസ് എടുപ്പിക്കേണ്ട. ഏതാ, ഞാനവിടെ ദൈവവിനാണ് പഠിപ്പിക്കുന്നത്, മറ്റൊന്നും ചെയ്യുന്നില്ല, വ്യക്തിപരമായ ഒരു കാര്യങ്ങളും പറയുന്നില്ല. എന്താ കാര്യം? അദ്ദേഹത്തെ നമ്മുടെ ആളിലൊന്നും ശുശ്രൂഷിക്കാൻ അങ്ങനെ അവസരങ്ങൾ നൽകാറില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താ കാരണം? അദ്ദേഹം ആർക്കും വിധേയപ്പെടുന്നവനല്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും ധാർമ്മിക പ്രശ്നങ്ങളോ ജീവിത പ്രശ്നങ്ങളോ ഉപദേശം അതൊന്നുമില്ല, പക്ഷേ അദ്ദേഹം ആർക്കും ഇതൊക്കെ പറയുന്നതാണെന്നറിയാമോ? ചില സുവിശേഷ വേലക്കാർ തന്നെയാണ് ലജ്ജിക്കുകയാണെന്ന് നിങ്ങൾ അങ്ങനെയുള്ളവരെ ഓർത്ത്. ദൈവം ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടുള്ളവരല്ലെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ വേദികളും അവസരങ്ങളും മുടക്കി തങ്ങൾ മാത്രം ദേശമത്തിയെ പാർക്കത്ത് കൊണ്ടും വീടോട് വീടും വയലോട് വയലും കൂട്ടുവാൻ ഇത്തരം പ്രചോദനകരമായ വാക്കുകളൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും നിലയിൽ ദൈവത്തിൻ്റെ വചനം, പൗലോസ് തന്നെ ഇവിടെ 1-ാം അധ്യായത്തിൽ പറഞ്ഞെന്താ, ചിലർ അസൂയയും പിണക്കുന്ന മുത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ചിലർ നല്ല മനസ്സോട് തന്നെ, എങ്കിലും ഞാനത് സന്തോഷിക്കുന്നു. അവർ ക്രിസ്തുവിൻ്റെ ക്രൂശിനെ അല്ലയോ പ്രസംഗിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശിനെ, ദൈവത്തിൻ്റെ വചനത്തെയാണ് ഒരുത്തം സംസാരിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ അത് കേൾക്കുന്ന ആളുകൾ ഒരാൾക്കെങ്കിലും ഒരു ആത്മീയ നന്മ ഉണ്ടാകുമെങ്കിൽ നമ്മൾ തന്നെ എന്തിന് അതിന് തടസ്സക്കാരായി നിൽക്കണം? 100% പൂർണ്ണതയും 100% എല്ലാവരുടെയും അംഗീകാരത്തിൻ്റെ സർട്ടിഫിക്കറ്റും ഒബ്റ്റെയിൻ ചെയ്ത് ഇവിടെ ഏതെങ്കിലും ഒരു സുവിശേഷ വേലക്കാരന് സുവിശേഷ വേല ചെയ്യാൻ സാധിക്കുമോ? അല്ലേ തന്നെ ഈ ഒരാൾ ദൈവവചന ക്ലാസ് എടുക്കുകയോ പഠിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നതിന് അദ്ദേഹത്തെ അയോഗ്യനാക്കുന്നത് കർത്താവാണ്. കർത്താവ് അയോഗ്യനാക്കിയാൽ പിന്നെ സൂക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ അങ്ങനെയുള്ളവരെ അയോഗ്യരാക്കുന്ന സൂക്ഷിക്കാണോ മറ്റുള്ള ഇതര സുവിശേഷന്മാർ വാസ്തവത്തിൽ രംഗത്ത് വരുന്നത്? നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുക. പൗലോസ് പറയുന്നു, നിങ്ങളെനിക്ക് ഇത് അയച്ചു തന്നു, വാസ്തവത്തിൽ ഞാൻ നിങ്ങളുടെ ദാനം ആഗ്രഹിക്കുന്നതല്ല, നിങ്ങളുടെ കണക്കിലേക്ക് കയറുന്ന പ്രതിഫലം അത്രേ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു ദൈവദാസൻ്റെ ഭൗതിക നന്മകൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും നിലയിലുള്ള ഒരു കൂട്ടായ്മ അയച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു കൈത്താങ്ങൽ നൽകിയ, ഒരു പക്ഷേ ആത്മാഭിമാനമുള്ള ആളുകൾ തനിക്ക് എന്തെങ്കിലും ഞെരുക്കമുണ്ടെന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്നോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സഹായം ആവശ്യമാണെന്നോ സ്വാഭാവികമായി പറയും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, വളരെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു, ദൈവം നടത്തുന്നു. എന്നാൽ അതിനോട് ചേർന്ന് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരണം എന്ന് ഞാൻ പറയാറില്ല. ആരെങ്കിലും സ്വമനസ്സാലെ വല്ലതും അപൂർവമായ ആളുകൾ വല്ലതും തന്നാൽ വാങ്ങുന്നതല്ലാതെ വേറെ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇതെന്നെ തന്നെ നീതീകരിക്കാൻ പറഞ്ഞല്ല, ആത്മാഭിമാനമുള്ളവരാരും അത് പറയുകയില്ല. എന്നാൽ അറിഞ്ഞ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കതിൻ്റെ അനുഗ്രഹമുണ്ട്. പൗലോസ് പറയാണ്, അവർ പൗലോസിന് അയച്ചു കൊടുത്ത ഈ സാമ്പത്തിക സഹായം അത് പ്രതിഗ്രഹിച്ച് ദൈവസന്നയിൽ കർത്താവിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി അത് താനെ പ്രതിഗ്രഹിച്ച് അല്ലെങ്കിൽ സ്വീകരിച്ച് തൃപ്തനായി തട്ടിക്കുന്നു. അതാണ് ഇവിടെ സാറ്റിസ്ഫൈഡ് മൈൻഡ് എന്ന് പറയുന്നത്. ആ തുക എത്ര ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്കറിയാൻ വയ്യ. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹം അത് പ്രതിഗ്രഹിച്ച് തൃപ്തരായി തീർന്നിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം അങ്ങനെ അതിശയം പ്രവർത്തിച്ച പല അനുഭവങ്ങളുമുണ്ട്. ഞാൻ എൻ്റെ ജീവിതാനുഭവക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് കണ്ണുനീരോട് വായിച്ച് അതിനെ പ്രതികരിച്ച ചില സഹോദരന്മാരുണ്ട്. അല്ല, അതിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ആളുകളുമുണ്ട്. കാരണം ജീവചരിത്രം എഴുതുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും എഴുതുമല്ലോ. അപ്പോൾ നെഗറ്റീവ്സൊക്കെ പിക്ക് ചെയ്തിട്ട് എന്നെ പരസ്യമായി ഞാൻ അങ്ങനെ എഴുതിയതൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവമാണ്, വേറെ ആളുടെ അനുഭവമായിരിക്കും എന്നില്ല. അനുഭവം ഇല്ലാത്തവന് അനുഭവം ഉള്ളവൻ്റെ എഴുതുമ്പോൾ അതിൻ്റെ വേദന മനസ്സിലാക്കാൻ സാധിക്കത്തില്ലല്ലോ. കാര്യം മരണത്തിൽ കൂടി കടന്നു പോകുന്നതിന് മാത്രമേ മരണവേദന അറിയത്തുള്ളൂ. മാനസിക സംഘർഷങ്ങൾ കടന്നു പോകുന്നതിന് മാത്രമേ സംഘർഷത്തിൻ്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഒറ്റപ്പെടലിൻ്റെ ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സഹായിച്ചു അല്ലെങ്കിൽ സഹായിക്കുന്നത് പോലെ ഇടപെട്ട നിരവധി അവസരങ്ങളുണ്ട്. അതിൻ്റെ ഒരു കാരണം കൂടെ പറയാം. എന്താ കാരണം അറിയാമോ? കാരണം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് ഏറെ നല്ലത് എന്ന് ഞാൻ കണ്ടു. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, 1-2 വീരന്മാർ പറഞ്ഞു,
അദ്ദേഹത്തെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കരുത്, കാരണം അദ്ദേഹം ആർക്കും വിധേയപ്പെടുന്നവനല്ല എന്നുള്ള എന്നെക്കുറിച്ചുള്ള ആ റിപ്പോർട്ട്. ഈ വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ പണമുള്ള ആളുകൾ, പിന്നെ വചനത്തിന് വിപരീതമായ അല്ലെങ്കിൽ ദൈവവചനം പാപമാണ്, തെറ്റാണെന്ന് പറയുന്ന കാര്യങ്ങൾ, അത് തെറ്റാണെന്ന് പറയാൻ നട്ടില്ലാതെ മോഷ്ടിച്ചവൻ മോഷ്ടിച്ചുകൊണ്ട് വന്നവൻ്റെ വീതം കിട്ടുമെങ്കിൽ അവൻ്റെയും അടുത്ത് പോയി അത് വാങ്ങിയിട്ട് സ്തോത്രം ചെയ്ത് എനിക്കിതൊന്നും വിഷയമേ അല്ല എന്നുള്ള നിലയിൽ പ്രസംഗിച്ചേച്ച് പോകുന്ന ആളുകളുള്ള ഈ നമ്മുടെ സമൂഹത്തിൽ ഞാൻ മോഷ്ടിച്ചവനോട് മോഷ്ടിക്കുന്നത് തെറ്റാണെന്നും, വ്യഭിചരിക്കുന്നതോട് വ്യഭിചരിക്കുന്നത് തെറ്റാണെന്നും, ഉപേക്ഷിക്കുന്നതോട് ഉപേക്ഷിക്കുന്നത് തെറ്റാണെന്നും പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായി പ്രയാസമുണ്ടാകും. എന്നാൽ ഇതൊന്നും തെറ്റും ശരിയും പറയാതെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള നിലയിൽ പോയി പ്രസംഗിച്ച് കാശ് വാങ്ങിച്ചും ഉണ്ടാകും നിൽക്കുന്ന ആളുകൾക്ക് വളരെ സാമ്പത്തിക സഹായം ചെയ്യുന്ന ആളുകളുമുണ്ട്. അവർ മേൽക്കുമേൽ പുഷ്ടി പ്രാപിച്ചും അഭിവൃദ്ധിപ്പെട്ടും അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി വരികയും ചെയ്യുമ്പോൾ എൻ്റെ ചെള്ള ഒട്ടുകയോ കണ്ടടങ്ങൾ കുഴിയുകയോ ചെയ്യുമായിരിക്കാം. പക്ഷേ എനിക്കൊരു സംതൃപ്തിയുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവിനോട് ചേർന്ന് ദൈവവചനത്തോട് ചേർന്ന് കോംപ്രമൈസ് ചെയ്യാതെ അൺകോംപ്രമൈസ്ഡ് ആറ്റിറ്റ്യൂഡിൽ തുടരുവാൻ ദൈവം സഹായിക്കുന്നല്ലോ എന്നുള്ളത്. മരണം വരെ പട്ടറി കിടന്നാലും അങ്ങനെ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അറിയാമോ? ദൈവത്തോട് ചേർന്ന് നിൽക്കുക. കാരണം ഞാൻ നിത്യതയുണ്ട് എന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനം ഒരു ഫിക്ഷൻ അല്ല, ഒരു റിയാലിറ്റിയാണെന്നും അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തികതായാലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഒരു നാൾ അവിടെ നിൽക്കേണ്ടി വരുമെന്നും സമാധാനം ബോധിപ്പിക്കേണ്ടി വരുമെന്നും ഇന്ന് അനുഭവിക്കുന്ന എല്ലാ മാനസിക സംഘർഷങ്ങൾക്കും നഷ്ടങ്ങൾക്കും അവഗണനകൾക്കും തക്കതായ പ്രതിഫലം ദൈവത്തിൽ ലഭിക്കുമെന്നും ഇന്ന് ഞാൻ ദൈവത്തോട് വിശ്വസ്തനായിരുന്നില്ലെങ്കിൽ എനിക്കുള്ള പ്രതിഫലം ഇവിടെ നഷ്ടമാകുമെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നവനായതുകൊണ്ട് ഉള്ള അവസ്ഥയിൽ പൗലോസ് പറഞ്ഞ പോലെ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു. വളരെ അധികം മെഡിസിൻസ് രണ്ടുപേരും കഴിക്കുന്നുണ്ട്. ഒരുപാട് എക്സ്പെൻസീവാണ്, ചില സമയത്ത് വളരെ ഞെരുക്കമുണ്ട്. എന്നാൽ ആരോടും അത് പേഴ്സണലി ഷെയർ ചെയ്യാറില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവം തരുന്ന എന്തെങ്കിലും അത് 1 2 5 10 അത് സ്തോത്രത്തോടെ പ്രാപിച്ച് ദൈവസ്ഥലം നന്ദിയോടെ ജീവിപ്പാനാണ് എപ്പോഴും ആഗ്രഹം. പൗലോസ് പറഞ്ഞു, നിങ്ങൾ അയച്ചെന്ന ദാനം അത് പ്രതിഗ്രഹിച്ച് ദൈവത്തിന് പ്രസാദവും സൗരഭ്യവാസനമായ വഴിപാടും യാഗവുമായി ഞാൻ തൃപ്തനായി തീർന്നിരിക്കുന്നു. കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദാസന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് അത് അർഹരായവർക്ക്. അനർഹരായ ആൾക്ക് കുറേ കൊടുത്തിട്ട് പേര് സമ്പാദിക്കാൻ കൊടുക്കുന്നവന് ഒരു പ്രതിഫലവും ഭൂമിയിലും കിട്ടുകയില്ല, സ്വർഗത്തിലും കിട്ടുകയില്ല. ഇനി വല്ലതും കിട്ടിയാൽ ഭൂമി കിട്ടിപ്പോയി തന്നെ കർത്താവ് പറഞ്ഞു. എന്നാൽ അല്ലാതെ അർഹരായവരെ കണ്ടെത്തി അവർക്ക് ഒരു കൈത്താങ്ങൽ നൽകി അവരെ അവരുടെ കഷ്ടങ്ങളിൽ സഹായിക്കുന്ന ആളുകൾക്ക് ആ സഹായം ദൈവത്തിന് പ്രസാദകരമായ സഹായമാണ്. 2, അത് ദൈവത്തെ മഹത്വപ്പെടുന്നതാണ്, ദൈവത്തിന് ആത്മീയ യാഗം അർപ്പിക്കുന്നുള്ള സൂക്ഷിയാണ്. സ്വീകർത്താവായ പൗലോസ് പറഞ്ഞു, ഞാനത് പ്രതിഗ്രഹിച്ച് തൃപ്തനായി തീർന്നിരിക്കുന്നു, എനിക്ക് യാതൊരു കംപ്ലൈൻറ്റുമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഐ ആം സാറ്റിസ്ഫൈഡ്. ഇതാണ് 4-ാം അധ്യായത്തിലെ വിഷയം, സാറ്റിസ്ഫൈഡ് മൈൻഡ്. എന്നിട്ട് ഈ ഫിലിപ്പിനോട് പൗലോസ് പറയുകയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഒരിക്കൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ സംബന്ധിച്ച് ഒരു ദേവദാസൻ പ്രസംഗിച്ച ഒരു വിഷയം ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി എന്നോട് ആരെങ്കിലും ഇത് അലക്സാണ്ടർ അങ്ങനെ ചെയ്തോ അതിനെന്തെങ്കിലും ചരിത്രത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ വയ്യ. നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രസിദ്ധനായിരിക്കുന്ന ദേവദാസൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞാണ്, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അടുക്കൽ വന്ന് ഒരു പടയാളി വളരെ സങ്കടം പറഞ്ഞു. ആ സങ്കടം പറഞ്ഞല്ല, ആ കഥ തന്നെ ഇങ്ങനെയാണ്. പട്ടാള ക്യാമ്പിൽ ഒരിക്കലും വെളിച്ചം കാണാൻ പാടില്ല. പക്ഷേ അലക്സാണ്ടർ രാത്രി പട്ടാള ക്യാമ്പ് കൂടി രഹസ്യമായി പരേഡ് ചെയ്യുമ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ ഈ ക്യാൻവാസിനുള്ളിൽ കൂടാരത്തിനുള്ളിൽ ഒരു ചെറിയ മെഴുകുതിരയുടെ വെളിച്ചം കണ്ടു. വെളിച്ചം കണ്ട് ചക്രവർത്തി അവിടെ ചെന്നു. അദ്ദേഹം കിടന്ന് ഉറങ്ങുകയാണ്. ആ മെഴുകുതിരി വെളിച്ചത്തിൻ്റെ അടുത്ത് അദ്ദേഹം ഒരു പേപ്പർ തുണിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഈ രാത്രിയിൽ മരിക്കാൻ പോവുകയാണ്, കാരണം എനിക്ക് എൻ്റെ കടം കൊടുത്തു തീർക്കുവാൻ യാതൊരു മാർഗവുമില്ല. അദ്ദേഹം ആ കുറിപ്പടി എടുത്തുകൊണ്ട് അലക്സാണ്ടർ പടയാളി അറിയാതെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. പ്രഭാതത്തിൽ അദ്ദേഹം ഒരു പട്ടാളക്കാരനെ വിട്ടിട്ട് ഈ പടയാളിയെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സങ്കടം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹത്തോട് വിവരിച്ചു പറഞ്ഞു. തൻ്റെ ഭൃത്തിനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ നാണയങ്ങൾ അളന്നു കൊടുക്കാനായിട്ട് പറഞ്ഞു. ഒരു പാത്രം അളന്നു കൊടുത്തപ്പോൾ ആ പടയാളി പറഞ്ഞു, തിരുമേനി ധാരാളം മതി, എൻ്റെ എല്ലാ കടവും വീട്ടാൻ ഇത് ധാരാളം മതി.
അപ്പോൾ അലക്സാണ്ടർ വീണ്ടും പറഞ്ഞു, പോരാ, ഒന്നുകൂടി അളക്കാൻ പറഞ്ഞു. ഒന്നുകൂടി കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ധാരാളം മതി. ഇല്ല, ചക്രവർത്തി പറഞ്ഞു, വീണ്ടും കൊടുക്കുക. അപ്പോൾ പിന്നെയും കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മതിയേ മതിയായി. അപ്പം ഈ ചക്രവർത്തി അവനോട് പറഞ്ഞ ഒരു വാചകമുണ്ട്, മഹാനായ അലക്സാണ്ടർ ഒരു പടയാളിക്ക് ഒരു സഹായം ചെയ്താൽ അലക്സാണ്ടറുടെ മഹത്വത്തിനനുസരിച്ചാണ് അത് കൊടുക്കുന്നത്, അല്ലാതെ സ്വീകർത്താവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രമല്ല. പൗലോസ് പറയുകയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന് ഒത്തുവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുന്നു. ഇത് ഒരു എളിയ സ്റ്റഡി പോലെയാണ് ഞാൻ നൽകിയത്. വലിയ ഒച്ചപ്പാടും ബഹളവും പ്രൗഢഗംഭീരമായിരിക്കുന്ന അവതരണ ശൈലിയൊന്നും ഇതിനില്ല. എന്നാൽ ഇതൊരു സന്ദേശമുണ്ട്. ഈ ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ കേന്ദ്ര വിഷയം സാറ്റിസ്ഫൈഡ് മൈൻഡ്, സംതൃപ്തിയുള്ള മനസ്സ് എന്നതാണ്. കാരാഗ്രഹത്തിൻ്റെ ഏറ്റവും കഠിനമായിരിക്കുന്ന ഞെരുക്കത്തിലും ഇടുങ്ങലിലും പൗലോസ് കഴിയുമ്പോഴും, വളരെ കഷ്ടതയിലായിരുന്നപ്പോഴും, സാമ്പത്തികമായി ഞെരുക്കമായിരുന്നപ്പോഴും, തൻ്റെ അടുക്കൽ ഫിലിപ്പയിലെ എഫെഫ്രോദോസ് എന്ന് പറയുന്ന സഹോദരൻ്റെ കയ്യിൽ കൊടുത്തയച്ച ആ സഹായം സ്വീകരിച്ച് അദ്ദേഹം പറയാണ്, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, ഞാൻ തൃപ്തനായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് ദൈവം തരുന്ന ഏത് സാഹചര്യങ്ങളിലും ദൈവം അത് അനുകൂലം, അത് അല്പമാകട്ടെ അധികമാകട്ടെ, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, ഐ ആം പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞ് ദൈവം തരുന്ന അനുഭവ സാഹചര്യങ്ങളെ എന്തു തന്നെയായിരുന്നാലും അതിൽ സംതൃപ്തിയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ദിവ്യസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഈ പഠനം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. 1-ാം അധ്യായം ഏകമനസ്സ്, 2-ാം അധ്യായം സമർപ്പണ മനസ്സ്, 3-ാം അധ്യായം ആത്മീക മനസ്സ്, 4-ാം അധ്യായം സംതൃപ്തിയുള്ള മനസ്സ്. നമുക്ക് സംതൃപ്തിയുള്ളവരായി നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കാം. ദൈവം നമ്മെ നടത്തുന്ന വഴികളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തോടൊപ്പം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങളും ആവലാതികളും ആവശ്യങ്ങളും നമുക്ക് സ്തോത്രത്തോടെ അറിയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര നമുക്ക് വെളിപ്പെടുവാനുള്ള ദേശത്തിനായി പ്രത്യാശിച്ചുകൊണ്ട് മുൻപോട്ട് നയിപ്പാൻ ദൈവമായ കർത്താവ് ഈ ചെറിയ ആലോചനകളാൽ നമ്മേവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ മനസ്സുകളെ കർത്താവിൻ്റെ വരവിനായി ഏകാഗ്രമാക്കട്ടെ. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ കൂട്ടുപ്രവർത്തകൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.